ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരുടെയും ഓണം ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി? ഇനിയിപ്പോൾ നമുക്ക് അധികം ദിവസങ്ങളില്ലാല്ലേ തിരുവോണത്തിന്. അപ്പോൾ എല്ലാവരും ഒരുക്കങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. വളരെ സേഫായിട്ട് വേണം ഒരുക്കങ്ങളൊക്കെ ചെയ്യാനായിട്ട്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഉള്ളത് വെച്ച് തന്നെ വളരെ വളരെ ചുരുങ്ങിയ രീതിയിൽ വളരെ സേഫായിട്ട് എപ്പോഴും ഒരുക്കങ്ങൾ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. ഗവൺമെൻറ്റിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം കേട്ടോ. ഇതെന്തിനാ എപ്പോഴെപ്പോഴും പറയണതെന്നറിയോ? നമ്മളൊരു കാര്യം എപ്പോഴെപ്പോഴും പറയുമ്പോൾ അത് നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കാനായിട്ട് സാധ്യത കൂടുതലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴെപ്പോഴും പറയുന്ന. ആർക്കെങ്കിലും റിപ്പീറ്റേഷൻ ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പം ഞാനിന്നിവിടെ വെറുതെ വന്നിരിക്കുകയല്ല. ഞാനിന്നിരിക്കുമ്പോൾ എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ട്, അതേ കണ്ട. അപ്പോൾ അമ്മ ഇപ്പോൾ ഫ്രഷായിട്ട് വറുത്തിട്ടുള്ള കായ വറുത്തതാണ്. ഈ കായ വറുത്തതെന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര നൊസ്റ്റാൾജിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതൽക്കേ നമ്മുടെയൊക്കെ വീടുകളിൽ ഓണാഘോഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ കായ വറുത്തതിലൂടെയാണ് അല്ലേ. ഞങ്ങളുടെയൊക്കെ തൊട്ടടുത്ത വീടുകളിൽ ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്നത് തന്നെ ഈ കായ വറുത്തിട്ടാണ്. ഒരു കൊല കായാണ് അവർ വാങ്ങിക്കുക, എന്നിട്ട് അത് ഫുള്ളിരുന്ന് വറുക്കും. അങ്ങനെയാണ് ഒരാഴ്ച മുന്നേയൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഓണത്തിൻ്റെ ആ ഒരു ഫീല്, ആ ഒരു അനുഭവമൊക്കെ നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു കേട്ടോ. എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും 2 കായെങ്കിൽ 2 കായാണെങ്കിലും നമ്മൾ വറുക്കും. ആ ഇലയുടെ അരികിൽ 2 കായ വറുത്തതും ശർക്കര വരട്ടിയും വെച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ സദ്യ ശരിക്കും പൂർണ്ണമാകുള്ളൂ അല്ലേ. അതൊരു ട്രഡീഷണൽ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം എന്ത് തന്നെയായാലും കായ വറുത്തത് എപ്പോഴും ഓണാഘോഷങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് കിച്ചണിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞങ്ങളിതിനെ കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയാണോ എന്ന് താഴെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് അറിയിക്കാം. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കായ വറുത്തത് കുറയ്ക്കട്ടെ, അല്ലെങ്കിൽ എന്തോ രസമുള്ളേ. നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുണ്ട്. എപ്പോഴും നമ്മൾ വീടുകളിൽ കായ വറുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അല്ലേ. ആ ഒരു ശുദ്ധമായ വെളിച്ചെണ്ണയുടെ സ്വാദും കായയുടെ രുചിയും എല്ലാം കൂടി ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് അതിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീടുകളിൽ വറുക്കുന്ന കായ. നല്ല രുചിയാണ്. എനിക്ക് ചെറുപ്പം തൊട്ടേ ഞാൻ അതിൻ്റെ ഒരു ഫാനാണ്. അപ്പം ഇതിങ്ങനെ ഓരോന്ന് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അമ്മ എന്നെ ഇപ്പോൾ ഓടിച്ചു വിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാൻ ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞാണ് ഈ പ്ലേറ്റ് അപ്പാടെ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം അമ്മ എന്നെ വന്ന് ചെവിക്ക് പിടിക്കുന്നതിന് മുമ്പ് ഞാൻ വേഗം പോയിട്ട് ഇത് കിച്ചണിൽ കൊണ്ട് വെക്കട്ടെ, അല്ലെങ്കിൽ ഇത് മൊത്തം തീർക്കും. അതാ പ്രശ്നം. അപ്പം നമുക്ക് വേഗം തന്നെ കിച്ചണിലേക്ക് പോയിട്ട് നമ്മുടെ കിച്ചണിലെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമിടാം. എങ്ങനെ? കായ വറുത്തുണ്ട്. വേഗം പോരെ. അമ്മ എന്തൊക്കെയാ ചെയ്ത് വെച്ചാൽ? വേറെ ഒന്നും ചെയ്തില്ല. നമ്മള് ശരിക്കും പറഞ്ഞ കറി വെക്കാൻ മേടിച്ച ഏത്തക്കായ കേട്ടോ, പച്ചക്കായ ഒരു ബെഡല് മേടിച്ചപ്പോൾ ഞാൻ ഓർത്തു ഓണത്തിന് ചിപ്സ് വാങ്ങിക്കുന്നുണ്ടെങ്കിലും നമ്മുടേതായിട്ടൊരു 2-3 കായൊന്ന് വറക്കാന്ന് കരുതി. അപ്പൊ വറക്കാൻ പാകത്തിനുള്ള മൂപ്പൊന്നുമല്ല, ഇച്ചിരൂടെ മൂക്കണായിരുന്നത്. കറിക്ക് വേണ്ടി മേടിച്ചതായിരുന്നു. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഈ കായ ഞാൻ തൊലി കളഞ്ഞേച്ച് കറ പോകാനായിട്ട് സ്വല്പം മഞ്ഞളും കൂടി ഇട്ടിട്ടുണ്ട് വെള്ളത്തിലിട്ടേക്കുവാണ്. ഇനി നമുക്ക് ഓരോ കായും എടുത്ത് അതൊന്ന് തുടച്ചെടുക്കണം വെള്ളത്തിൽ നിന്ന്. ഞാനത് കാണിച്ചു തരാം. ഞാനത് ടിഷ്യൂ കേട്ടോ തുടയ്ക്കാൻ എടുക്കണത്. അപ്പം നമുക്ക് ഫിംഗർ ക്യാപ്പ് കയ്യിലിരിക്കും, അത് ഞാൻ മാറ്റി വെക്കട്ടെ. അത് നമുക്ക് ഓരോന്നെടുത്ത് തുടച്ച്. പുതിയ ഫിംഗർ ക്യാപ്പ് അല്ല, എല്ലാവരും പറഞ്ഞ പ്രകാരം കറയൊന്നും ഇല്ലാത്ത നല്ല ഫിംഗർ. അത് ഞാൻ ഈ കറയുള്ള ഫിംഗർ ക്യാപ്പ് എടുക്കണത് പ്രേക്ഷകരോട് പറയാം. വാഴക്കൂമ്പ്, പിന്നെ കൂർക്ക, ഇതൊക്കെ അരിയുമ്പോൾ ഞാൻ ഈ പഴയതായിട്ടുള്ള അതിൻ്റെ കറ ഇരിക്കണതാണ്. അല്ലാണ്ട് അത് ഓൾറെഡി ഒരിക്കലും മോശമായിട്ടുള്ള ഫിംഗർ ക്യാപ്പ് അല്ല. അപ്പം അത് വെച്ചാണ് ആ സംഗതികൾ അരിയുള്ളൂ. പിന്നെ ഞാൻ പുതിയത് അരിയാനായിട്ട് വേറെ എടുക്കും. കവറിൽ ഇവിടെ കെട്ടുകണക്കിന് ഇരിപ്പുണ്ട്. അപ്പം ഈ കറ പിടിച്ചത് എപ്പോഴും വേറെ പുതിയതിൽ കറയാക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ആ കറയുള്ളത് അരിയുമ്പോൾ എടുക്കും. അത്രയേ ഉള്ളൂ. അതാണ് എൻ്റെ മെത്തേഡ്. ഞാൻ എൻ്റെ മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പലരും അഭിപ്രായം ഇങ്ങനെ ഇതിൽ പറയാറുണ്ട്, ഫിംഗർ ക്യാപ്പ് മോശമെന്നോ ഫിംഗർ ക്യാപ്പ് മാറ്റണമെന്നൊക്കെ. അപ്പം എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാ. കറയുള്ള സംഗതികൾക്ക് ഞാൻ കറയുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ. ദേ തുടച്ച് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം. വണ്ണം കുറവാണ്, ഇച്ചിരി മൂപ്പും കുറവാട്ടോ കായ്ക്കുക. ഞാനിത് വറക്കാൻ ഉദ്ദേശിച്ചല്ല. അപ്പം ഞാൻ കരുതി
അപ്പോൾ പറഞ്ഞ് കായ വറുത്തതും ശർക്കരവരട്ടി നീയും പറഞ്ഞില്ലേ നമുക്ക് വാങ്ങിക്കാമെന്ന്. അപ്പോൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി 2-3 ഒന്ന് വെറുതെ ഒന്ന് വറുത്തൊന്ന് കുറയ്ക്കാമെന്ന്. അത്രേ ഉള്ളൂ കാര്യം. ഇത് മോശമായി. ഇനി വേറെ ടിഷ്യൂ എടുക്കാം നമുക്ക്. നന്നായിട്ട് തുടയ്ക്കണം, അല്ലെങ്കിൽ അതിനകത്ത് വെള്ളം ഇരുന്നാൽ ശരിയാവില്ല. നീറ്റാക്കി എടുക്കുക. അത് തീരെ വണ്ണം കുറഞ്ഞ കായ. ഇനി ഒരെണ്ണം കൂടെ ഉള്ളു. വെള്ളം നന്നായി പോകുന്നു. പോയി ശരിക്കും വലിയരം വെള്ളം, അല്ലെങ്കിൽ വറക്കുമ്പോൾ തളതളൂന്നിരിക്കും. നന ഒട്ടും പാടില്ല, വെളിച്ചെണ്ണയിൽ വറുത്ത് പോരുമല്ലേ. അതെ. നമുക്കിത് ഇവിടെ നിന്ന് മാറ്റാം. ഈ പാത്രം സ്ഥലത്തിൻ്റെ കുറവ് കൊണ്ട് ഇവിടെ നിന്ന് മാറ്റി ഇത് അരിയാൻ കേട്ടോ. ഇനി പോരാ, കത്തി എടുത്തുകൊണ്ട് വരാം. ഇപ്പം നമുക്ക് എടുത്ത ഈർപ്പമൊക്കെ പോയി. നമുക്ക് പ്ലേറ്റിലേക്ക്, ഞാൻ ഈ വറക്കണ ചീനച്ചട്ടിയിലേക്ക് സ്പീഡിൽ അരിയിടാനുള്ള സ്പീഡ് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് അരിഞ്ഞിട്ട് ചപ്പ തന്നെ ചീനച്ചട്ടിയിലേക്ക് മാറ്റുക കേട്ടോ. അല്ല, അത് മതി എന്ന് പറഞ്ഞാൽ സ്പീഡായിട്ടുള്ളവർക്ക് സ്പീഡിൽ ചെയ്യാം. എനിക്ക് ചീനച്ചട്ടിയിലേക്ക് അങ്ങനെ ഇടാനുള്ള സ്പീഡ് ഇല്ല. ഇത് ഈ തിരുമറയിൽ കുഞ്ചാച്ചൻ ചീനച്ചട്ടിയിലേക്ക് അരിഞ്ഞിടും, നല്ല സ്പീഡാ. ഒരുപാട് പേരങ്ങനെ ചെയ്യണവരുണ്ട്. കോട്ടപ്പടിയിലെ അമ്മായിയൊക്കെ ചീനച്ചട്ടിയിലേക്ക് ഇടും അങ്ങനെ. ഇപ്പം പിന്നെ പലരും സ്ലൈസറിലൊക്കെയാണ് ചെയ്യണം അല്ലേ. ഞാൻ ഈ സ്ലൈസറിൽ എനിക്കത്ര പിടിപാടൊന്നുമില്ല. ഇത് ഒരേ രീതിയിലൊക്കെ വന്നെ. അപ്പം പണ്ട് മുതലേ ചെറുപ്പം മുതലേ കണ്ടേക്കണ കത്തിയിൽ അരിയണമല്ലേ. അത് കാരണം ഞാൻ കത്തി കൊണ്ട് തന്നെ അരിയണം. അല്ല, ഞാൻ പറഞ്ഞതാ പ്രായം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ മുട്ടിൻ്റെ ഭാഗം ചിലപ്പോൾ ആണ്ടെ അത് അതിലേക്ക് ഇട്ടൂല. ഇത് മാറ്റി വെച്ചു കേട്ടോ. എന്നാന്ന് വെച്ചാൽ അതിൻ്റെ വേവ് ഇതിൻ്റെ വേവിനൊപ്പമായിരിക്കുമല്ലോ ചിലപ്പോൾ. ഇത് പാകം ഇതാണെങ്കിൽ 3-4 കായും കൂടെ ഇരിപ്പുണ്ട്, അതും കൂടെ വറക്കാം കേട്ടോ. പാകമാണെങ്കിൽ ഇതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി മൂപ്പ് കുറവുണ്ട് കായ്ക്ക്. അങ്ങനെ അവസാനത്തെ കായും അരിഞ്ഞത്. അവസാനം എന്ന് പറയാൻ പറ്റില്ല. ഇത് കറ അധികം ഇതില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മറ്റതും കൂടെ അരിഞ്ഞ് വറക്കും. ഇതിപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ, ഒരു നൂളേ ഉള്ളൂ. 12 മണി ചായക്ക് എടുക്കാനുള്ളതേ ഉള്ളൂ അല്ലേ. അത്രേ ഉള്ളൂ. 4 മണക്കാനേ ഉള്ളൂ. അതെ, മണക്കാനേ ഉള്ളൂ, മൂക്കി പോകാനില്ല അല്ലേ. ഇനി നമുക്ക് വെച്ചോണ്ടിരിക്കണ്ട, വെളിച്ചെണ്ണ ഒഴിക്കാം ചീനച്ചട്ടിയിൽ. അതെ, എന്നിട്ട് വറുത്ത് പോരാം. വേഗം തന്നെ വറക്കാം. കറ ഇളകണ്ടല്ലോ എന്നോർത്ത് അരിഞ്ഞു വെച്ചേ. ചീനച്ചട്ടി ഇവിടെ റെഡിയാ, നമ്മുടെ ഇരുമ്പ് ചട്ടി. ഒരു എടുത്തോ, ഇനി എടുത്തോ. ചീനച്ചട്ടിയിൽ വെള്ളമുണ്ട്, വെള്ളം ചൂടായി വരാൻ താമസമുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് പോട്ടെ കേട്ടോ. ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നതാണ്. വറചട്ടി ഇല്ല, ഇരുമ്പ് ചട്ടി. വറുക്കാനുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവണം. നമുക്ക് ചട്ടി ചൂടായി വരട്ടെ. കുനുകുനുന്നിരിക്കണം ഈ വണ്ണയില്ലാത്ത കായ. വെള്ളമൊക്കെ വറ്റി. ഇത് മതിയാവും, ഒറ്റ ട്രിപ്പിനുള്ളതല്ലേ ഉള്ളൂ. ഇത് മതി. ഇനി എണ്ണ ചൂടാവട്ടെ കേട്ടോ. ചട്ടി കട്ടിയുള്ള ചട്ടിയാകുമ്പോ എണ്ണ ചൂടായി വരാൻ താമസം എടുക്കും. എല്ലാവരും ചോദിച്ചു ഇരുമ്പ് ചട്ടി എവിടെ, ഇരുമ്പ് ചട്ടി എവിടെ. ഇന്നാളെ ഏതാണ്ടല്ലോ നമ്മള് വറക്കാനെടുത്താൽ ഞാൻ മറന്നുപോയി. ഞാൻ ഈ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിന്റെ ചീനച്ചട്ടി മേടിച്ചു. കാരണം ഞാൻ ഈ ചട്ടി എപ്പോഴും കഴുകി എണ്ണ പുരട്ടി വെച്ചേക്കുക. അപ്പൊ എന്നാന്ന് വെച്ചാൽ സ്റ്റീൽ ഇല്ലാഞ്ഞപ്പോഴാണ് ഇത് മേടിക്കാനായിട്ട് തീരുമാനിച്ച് മേടിച്ചത്. ഒരു ഓഫറിൽ 1 കൈമുട്ടിയ ചൂടുണ്ട് കേട്ടോ ചീനച്ചട്ടി. 2 എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വറക്കാൻ എപ്പോഴും ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ചട്ടി വളരെ നല്ലതാണ്. കട്ടിയുള്ളത് കൊണ്ട് അടി പിടിക്കൂല, പലതിനും ഗുണം. നോൺ സ്റ്റിക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റൂലല്ലോ. അപ്പം ഞങ്ങളൊരു ആമസോണിൽ ഏതിലോ കയറി നോക്കിയപ്പോൾ ഓഫർ കണ്ടു ഇവിടെ എന്നോട് പറഞ്ഞപ്പോൾ അങ്ങനെ മേടിച്ചതായത്. അപ്പം ഇങ്ങനെയുള്ള ഐറ്റത്തിനൊക്കെ എപ്പോഴും പരിപ്പ് വട, പഴംപൊരി ഇങ്ങനെയുള്ളതിനൊക്കെ നല്ലതാണ്. പഴംപൊരിയൊക്കെ പക്ഷെ ഞാൻ നോൺ സ്റ്റിക്കിലാട്ടോ ചെയ്യണം. ഇതെടുത്ത് പിന്നെ കഴുകി പിന്നെ ഇതാക്കി വെക്കാനൊക്കെയുള്ള മടി, അത്രയേ ഉള്ളൂ. പപ്പടവടയ്ക്കൊക്കെ വളരെ നല്ലതായിരുന്നു. പിന്നെ ഉഴുന്നുവട ഏതിനും നല്ലതാണ്. അപ്പം അങ്ങനെ ഓഫർ വന്നപ്പോൾ ഞങ്ങൾ ഒരെണ്ണം മേടിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം എണ്ണ ചൂടായി തുടങ്ങി. എണ്ണ ചൂടായെന്നറിയാൻ അമ്മ ഒരു ട്രിക്ക് നോക്കുക. ഒരു കുഞ്ഞൻ ചൂടായി. ഇനി നമുക്കൊന്ന് പിറക്കിയിടാം കേട്ടോ. ഇനി നമുക്ക് ഈ എണ്ണയിലേ മറ്റേത് ഇത് മൂപ്പൊക്കെ പാകാണെങ്കിൽ മറ്റതും കൂടെ അരിഞ്ഞ് വറക്കാം. അല്ലെങ്കിൽ നാളെ ഇച്ചിരി മേടിച്ച് ചിലപ്പോൾ മറ്റന്നാളല്ലോ ഞാൻ വറക്കാം. എണ്ണ ഇങ്ങനെ വേസ്റ്റാക്കി കളയാൻ പറ്റുമല്ലോ, വെളിച്ചെണ്ണയല്ലേ, അതുകൊണ്ട് വേസ്റ്റ് ആക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാട്ടോ. ഇത് നമുക്ക് ഒറ്റ ട്രിപ്പിനിടാം. അത്രേ ഉള്ളതേ ഉള്ളടി. ഇനി രണ്ടാക്കാനൊന്നുമില്ല, നമുക്കങ്ങനെ നിരത്തി കൊടുക്കാൻ മതിയല്ലോ.
ഇച്ചിരിയോട് ചൂടായി വരുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഇത് മതി. ഇപ്പം എണ്ണയിൽ മുങ്ങിയില്ലേ? ഇനി വറവലായി വരുമ്പോൾ ഇളക്കി വിടാം കേട്ടോ. ഇളക്കാറായില്ല. നല്ല യെല്ലോ കളറിൽ നമ്മുടെ ചിപ്സ് വന്നേക്കണ കണ്ടോ? അതാ മഞ്ഞൾ വെള്ളത്തിലിട്ടതിന്. അതുകൊണ്ടാണ് അത് ഞാൻ മഞ്ഞവെള്ളത്തിലിടാൻ പ്രധാന കാരണം എന്നാണെന്നറിയാമോ? കായയുടെ മൂപ്പ് ഞാൻ പറഞ്ഞില്ല ഇച്ചിരി കുറവാന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. കറിക്ക് വേണ്ടി മേടിച്ച കായല്ലേ. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ കറ അങ്ങനെ ഇടാമണ്ടെന്നോർത്ത് അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഞാൻ ഉപ്പ് തളിക്കാനായിട്ട് ഇത് നോക്കിക്ക്, ഉപ്പ് നീര് തളിക്കാനായിട്ട് വെച്ചേക്കണതിൽ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഒട്ടും തന്നെ കറയുടെ ഇത് വരില്ല. ഇത് വെള്ളത്തിലാണോ ഉപ്പ് തളിച്ച് വെച്ചേക്കണേ? ഉപ്പ് കല്ലുപ്പ് എടുത്തേച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് അതിലേക്ക് അലിഞ്ഞ് വെച്ചേക്കണം. അതിലൊരു പൊടിക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടെന്ന് മാത്രം കേട്ടോ. പൊടിക്കേ ഉള്ളൂ. അപ്പോൾ നല്ല കളർ കിട്ടും. അതിൻ്റെ ഗുണം എന്തേ കാണാനുണ്ട്. കളറൊക്കെ ആയി തുടങ്ങി. നല്ല കളറുണ്ട്, യെല്ലോ കളർ. നോക്കട്ടെ എന്തോ ഈ ഒച്ച നിൽക്കണ ഇതിൽ കരി 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 കരി. ഓ എന്തൊരു ചൂട്, എന്തൊരു ചൂട്. കരി 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 വീണു. ചെറിയൊരു ക്രിസ്പിനെസ് ഒക്കെ ആയി തുടങ്ങി. അത് ഇളക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടാണ്. അത് കപ്പയുടെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതുകൊണ്ട് കറക്റ്റ് മൂപ്പുള്ളത് കിട്ടും. ആ രഞ്ജിച്ചേട്ടൻ്റെ കടയിൽ നിന്നല്ലേ മേടിക്കണം സ്ഥിരം ഓടസ്റ്റപ്പഴവും കാര്യങ്ങളൊക്കെ. അപ്പോൾ കറക്റ്റ് കിട്ടിയാണ്. അപ്പം ഞാൻ ഇന്നലെ രാത്രിയാണ് പറഞ്ഞ 2-3 വറക്കണം. അന്നേരം എന്നോട് വെച്ചെന്നാൽ വറക്കാൻ പാകത്തെന്ന് പറയാൻ മേലാണ്. ഏതാണ്ട് ഒരു പരുവായെന്ന് തോന്നിയപ്പോൾ ഞങ്ങളിത് ചാലിച്ച് വെച്ചിരിക്കുന്ന ഉപ്പിൻ്റെ ഒന്ന് നോക്കട്ടെ കേട്ടോ. ടേസ്റ്റാണ്. ഉപ്പ് തളിക്കുവാണേ. ഇപ്പം ഒരു സൗണ്ട് കേട്ടും. ക്യാമറ ഫോൺ ഇച്ചിരി മാറ്റിക്കോ കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് തീ കുറച്ച് വെച്ചു. അല്ലെങ്കിൽ ഞാൻ പാളിയാൽ പിന്നെ അതുമായി. ഒന്നാമത് ശാരീരികമായിട്ട് അത്ര നല്ല ഓക്കേയുമല്ല. ആക്റ്റീവാകാൻ നല്ല ആക്റ്റീവായി പെട്ടെന്ന് പരിപാടി ചെയ്യാൻ. ഇതിപ്പോൾ എൻ്റെ ഒരു സ്വന്തം ഇഷ്ടത്തിന് ഞാനൊരു 3 അടുത്ത് ഇങ്ങനെ ചെയ്യണതാണ്. ഇവരെന്നെ വഴക്ക് പറഞ്ഞു ഇപ്പോൾ 2 മണിക്ക് പോകണം എന്തിനാണ്. പക്ഷെ എനിക്കങ്ങനെ തോന്നി. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നറിയാമോ? കോരണ്ട പരിവാണ്. ഈ ഇങ്ങനെ ഇതില്ലേ ഈ എണ്ണയിൽ ഇതൊക്കെ അങ്ങനെ നിൽക്കും. എന്നാ ഈ പൊങ്ങി കൊമ്മള പോലെ വന്ന് ഇതൊക്കെ നിന്ന് കഴിയുമ്പോൾ നമ്മൾ കോരിയെടുക്കണം. അതാ അതിൻ്റെ പാകം കേട്ടോ. നീ പറഞ്ഞ പോലെ ഒന്ന് മൂക്കിപ്പോകാനേ ഉള്ളൂ. ഇത് ഇവിടെ ഒന്ന് മടക്കാൻ. ഇവിടെ ഇപ്പോൾ കോരി കഴിയുമ്പോഴാവും. മറക്കാൻ കുഴപ്പമില്ല അല്ലേ? പാകം നല്ല കറക്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതല്ല ഞാൻ ചോദിക്കണേ, മൂപ്പ് കായുടെ മൂപ്പിൻ്റെ കാര്യം ചോദിച്ചാൽ കുഴപ്പമില്ലാന്ന് എനിക്ക് ഒരു കുഴപ്പമില്ല. മൂത്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നണേ ഈ കുഞ്ഞു കായായിട്ടായിരിക്കും മൂപ്പ് പാകം ഇതിന്. ഞാൻ മറ്റേ കൂടെ വറുത്തെടുക്കും. പിന്നെ നാളെ വേണമെങ്കിൽ കുറച്ച് മേടിക്കാം. എണ്ണയിലേക്ക് ശരിയാക്കി എടുക്കാമല്ലോ. ഈ ഒച്ച നിന്ന് കഴിയുമ്പോൾ കോരണം കേട്ടോ. ഈ ഇങ്ങനെയുള്ള മലിങ്ങനെ നമ്മളിത് ഈ സൗണ്ട് ഇങ്ങനെ പതപതാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നിന്ന് എണ്ണയിൽ അങ്ങനെ ആ സൗണ്ട് നിന്ന് കഴിയുമ്പോൾ നമ്മൾ കോരിയെടുക്കണം കേട്ടോ. അത് പെട്ടെന്നായിരിക്കണം. കാരണം അത് അല്ലെങ്കിൽ പിന്നെ കരിവ് പോലെ വരും. അതൊരു സുഖമില്ല. അപ്പോൾ ആ സൗണ്ട് അങ്ങനെ നിന്ന് കഴിയുമ്പോൾ കോരിക്കഴിഞ്ഞാൽ കറക്റ്റ് ഇതായിരിക്കും. നല്ല ക്രിസ്പിയാണ്. നല്ല രുചിയുണ്ട് കേട്ടോ. വീട്ടിൽ വറക്കണ ചിപ്സിന്റെ രുചി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ടേസ്റ്റാണ്. നല്ല കറുമുറാന്നായിരിക്കണേ. പിന്നെ നാളെ അല്ലെങ്കിൽ കണ്ടനാട് പോകുമ്പോൾ മേടിക്കാം. ചൂടാറാൻ വെച്ചേക്കാണ്. ചൂടാറിക്കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് അമ്മ കാണിച്ചു തരൂ കേട്ടോ. അല്ലേ? അമ്മ അതിനൊക്കെ പിടിക്കുക. നല്ല കറക്റ്റ് കളറായിട്ട് കിട്ടിയേക്കണുണ്ടോ? എന്ത് രസമാണെന്നൊക്കെ കാണാൻ. അടിപൊളി. കായ്ക്ക് ഇച്ചിരി ഇതുള്ളത് കൊണ്ട് ഒരു ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്. കായ്ക്ക് ഇച്ചിരി മൂപ്പ് കുറവാണ്. അതുകൊണ്ടാണ് ചെറിയൊരു കളർ ചേഞ്ച് പോലെ തോന്നുന്നത്. അത് സാരമില്ല. പക്ഷെ രുചിയിൽ അതൊന്നുമില്ല. രുചി നല്ല ടേസ്റ്റാണ്. ചൊവ്വയൊന്നും ഏതായാലും ഒട്ടുമില്ല. അടിപൊളി.